ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും രോഗികൾക്കും നഗരസഭയിലെ മുകൾ നിലകളിലേക്ക് എത്താൻ ഇനി പടവുകൾ കയറി പ്രയാസപ്പെടേണ്ട. ലിഫ്റ്റ് പ്രവർത്തന സജ്ജമായി. ലിഫ്റ്റിന്റെ പ്രവർത്തനോദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾക്കായി നഗരസഭയിലെത്തുന്ന വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും നഗരസഭാ ചെയർമാൻ, സെക്രട്ടറി, എഞ്ചിനീയർ എന്നിവരെ കാണാൻ പടവുകൾ കയറി പ്രയാസപ്പെടേണ്ട അവസ്ഥയ്ക്ക് ലിഫ്റ്റ് പ്രവർത്തനം ആരംഭിച്ചതോടെ പരിഹാരമായി. നഗരസഭ ഭിന്നശേഷി വയോജന സൗഹൃദ കേന്ദ്രമാക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് 2023-2024 വാർഷിക പദ്ധതിയിൽ ഫണ്ട് വകയിരുത്തി നഗരസഭ ഓഫീസിൽ ലിഫ്റ്റ് സ്ഥാപിച്ചത്. ലിഫ്റ്റിന്റെ പ്രവർത്തനോദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു. ജനസൗഹൃദ സിവിൽ സർവീസ് എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നഗരസഭ കാര്യാലയം നമ്മുടെ വയോജനങ്ങൾക്കും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരും ശാരീരികമായി അവശത അനുഭവിക്കുന്നവരുമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾക്കായി നഗരസഭയിലെത്തുന്ന ആളുകൾക്ക് ഏറെ സഹായകരമായ രീതിയിൽ ലിഫ്റ്റ് സിസ്റ്റം ഏർപ്പെടുത്തുക എന്നുള്ളത് നഗരസഭ ഭരണസമിതിയുടെ പ്രഖ്യാപിത നിലപാടാണ്, ഒരു പ്രോഗ്രാം എന്നുള്ളത്. ആ ഒരർത്ഥത്തിൽ ഇന്ന് ഇവിടെ പണി തീർത്ത ലിഫ്റ്റിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഭയപ്പെടാതെ തന്നെ നമ്മുടെ മുഴുവൻ ആളുകൾക്കും ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭ ചെയർമാൻ മുകളിലാണ്, അതല്ലെങ്കിൽ സെക്രട്ടറി മുകളിലാണ്, ഞങ്ങൾക്ക് മുകളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പലവരും നേരിട്ടും അല്ലാതെയും നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഈ വിവരം എല്ലാ ജനങ്ങളെയും അറിയിക്കുന്നു, അതോടൊപ്പം തന്നെ നാടിനായിട്ട് സമർപ്പിക്കുന്നു. വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അജീന ജബ്ബാർ, രജീഷ് ഉപാല, ഷീന സുദേശൻ, ടി മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ജനപ്രതിനിധികൾ, ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വാർഡ് കൗൺസിലർ ആബിദ സ്വാഗതവും സൂപ്രണ്ട് അഭിലാഷ് നന്ദിയും പറഞ്ഞു. പേജ് ടി ന്യൂസ് പൊന്നാനി. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടയ്ക്കൽ.